ഹൈ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു റിലീസ് ആകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്തിയിട്ടുള്ള യൂട്യൂബിൽ പോലും പലരെയും ഇതിനെക്കുറിച്ച് ചെയ്തിട്ടുള്ള സത്യം പറഞ്ഞ വീഡിയോസ് ഞാൻ കണ്ടിട്ടില്ല. സോ അതുകൊണ്ട് നമ്മളത്തെ ചാനലിൽ തന്നെയാണ് ഫസ്റ്റ് ഇതിനെക്കുറിച്ചുള്ള ഒരു വലിയൊരു വീഡിയോ വരാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ച് ഒത്തിരി കണ്ടന്റുകൾ നമ്മൾ ഇന്ന് ചെയ്യും. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പൂവില്ലാത്ത പ്ലാന്റ് കാണിച്ചു തരാം. ഇതിനെ അറിയപ്പെടുന്ന പേരാണ് നമ്മുടെ യെല്ലോ വാട്ടർ ലില്ലി എന്നുള്ളത്. അതിൻ്റെ ഫ്ലവറുള്ള പ്ലാന്റ് കാണിച്ചു തരാം. ഇതിന് യെല്ലോ വാട്ടർ ലില്ലി അല്ലെങ്കിൽ ന്യൂഫർ ജപ്പോണിക്ക വെറൈറ്റിയിൽ ഒരു മഞ്ഞപ്പൂ പൂക്കുന്ന ഒരു താരം എന്ന് തന്നെ പറയാൻ പറ്റിയ ഒരു പ്ലാന്റിന്. ഇത് പക്ഷേ വെള്ളം വേണം, ഇത് വെള്ളം ചോർന്നു പോയി പൊത്ത വീഴുന്നെന്ന് തോന്നുന്നു. സോ ഇനി ഈ പ്ലാന്റിനെ നമുക്ക് മാറ്റി നടണം. സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ മാറ്റി നട്ടില്ല. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. നമുക്ക് ഫ്ലവറുള്ള പ്ലാന്റിനെ കാണാൻ വേണ്ടി പോകാം. ഇതാണ് ഫ്ലവറുള്ള പ്ലാന്റ്. കണ്ട, ന്യൂഫർ ജപ്പോണിക്ക അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് ഫ്ലവേഴ്സൊക്കെ വന്നിട്ട് നല്ല പ്ലാന്റായി സെറ്റായി നിൽപ്പുണ്ട്. അപ്പോൾ ഈ പ്ലാന്റ് മേടിക്കാൻ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, ഇത് ജപ്പാൻ പോലുള്ള രാജ്യങ്ങളിലാണ്, അവരുടെ സ്ഥലങ്ങളിലാണ് കൂടുതൽ ഈ പ്ലാന്റ് കണ്ടുവരുന്നത്. അതുകൊണ്ടാണ് ന്യൂഫർ ജപ്പോണിക്ക. പിന്നെ ഇതിന് സ്പേഡർ ഡോക്ക് അങ്ങനത്തെ പേരിലൊക്കെ ഇതിനെ അറിയപ്പെടും ഈ ഒരു പ്ലാന്റ്. ഓക്കെ, ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ലീഫിൻ്റെ അറേഞ്ച്മെൻറ്റ് ആണ്. നമ്മൾ ജപ്പോണിക്ക പോലെ വരുന്ന പ്ലാന്റിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്ലാന്റിനുണ്ടാവുന്ന ഓക്കെ നമ്മുടെ ഈ ജപ്പോണിക്ക പോലെ പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്ലാന്റിനുണ്ടാവുന്ന കോളം ഒന്നുകൊണ്ടാണ് കേട്ടോ ജസ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മളെ ജപ്പോണിക്ക പോലത്തെ പ്ലാന്റ് നമ്മൾ ആരോ ഹെഡ് പ്ലാന്റ് എന്ന് പറയും. കാരണം ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു ആരോ ഹെഡ് പോലെയാണ് ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ്. സോ അതുകൊണ്ടാണ് ഇതിനെ ആരോ ഹെഡ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ അതുകൊണ്ടാണ് ഇതിനെ ന്യൂഫർ ജപ്പോണിക്ക എന്നറിയപ്പെടാൻ കാരണം. പിന്നെ ഇതിൻ്റെ മറ്റൊരു പേരെന്ന് പറഞ്ഞാൽ സ്പേഡർ ഡോക്ക് എന്നറിയപ്പെടും. പിന്നെ മഞ്ഞ ആമ്പൽ, കാരണം വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങി വന്ന് നല്ലൊരു ഏകദേശം ഒരു ആമ്പലിൻ്റെ ഫ്ലവർ പോലെ നടുക്ക് കുറച്ച് പെറ്റൽസും പിന്നെ അതൊരു മഞ്ഞ പെറ്റലൊക്കെ ഓപ്പൺ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഒരു അത്യാവശ്യം നമ്മുടെ ഒരു ആമ്പലിൻ്റെ കട്ടി തന്നെ തോന്നുന്നുണ്ട് ഇത് കാണാൻ. സോ അതുകൊണ്ടാണ് നമ്മളിതിന് മഞ്ഞ ആമ്പൽ എന്ന് അറിയപ്പെടും. വെള്ളത്തിലെ മഞ്ഞ ആമ്പൽ, കുറച്ച് പൊങ്ങി നിന്ന് പൂക്കുന്ന വെള്ളത്തിലെ മഞ്ഞ ആമ്പൽ. അടുത്ത മുട്ടോളം ഇനി പൊടഞ്ഞുണ്ടാകും. പണ്ടൊക്കെ ഇതിൽ ഫ്ലവർ വിരിഞ്ഞ സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാനൊന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു. സോ ഇപ്പോൾ കഴിഞ്ഞ സമയത്ത് വീഡിയോ എടുത്തു. അത്യാവശ്യം ഇതിൻ്റെ ലീഫ് ഇങ്ങനെ പൊങ്ങി വരും. അത്യാവശ്യം കുറച്ച് നല്ല പുഴുക്കേടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് ഞാൻ മറ്റേ മരുന്നൊക്കെ അടിച്ചു പ്ലാന്റ് ഒന്ന് റെഡിയാക്കി എടുത്തതേ ഉള്ളൂ ഇപ്പോൾ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നല്ല ഫ്ലവേഴ്സ് കാണിക്കാൻ വേണ്ടി പറ്റി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റ്. എന്തായാലും എനിക്ക് സന്തോഷമുണ്ട്, നിങ്ങൾക്ക് എനിക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റിയല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ട്. ഓക്കെ, എനിക്കും ഇന്ന് വന്നപ്പോൾ ആ ഫ്ലവർ കണ്ടപ്പോൾ വല്ലാത്ത സന്തോഷമുണ്ട്. ഫ്ലവർ ഞാൻ കഴിഞ്ഞ ആഴ്ച വന്നപ്പോഴും ജസ്റ്റ് കണ്ടു, പക്ഷേ അന്ന് വീഡിയോ എടുക്കാൻ ക്യാമറ ആയില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ ഇന്നെന്തായാലും വീഡിയോ എടുക്കാൻ പറ്റി. ഓക്കെ, അപ്പോൾ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവും. ഇതുപോലത്തുള്ള പ്ലാന്റ്സും ഇതൊക്കെയെല്ലാം സെയിൽ ചെയ്യുമ്പോഴാണ് എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മേടിക്കാൻ താല്പര്യപ്പെടുന്നവർ ജസ്റ്റ് കോൺടാക്ട് ചെയ്യുന്ന നമ്പർ 98068774 പിന്നെ അതായത് ഇവിടെ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ നിൽപ്പുണ്ട്. ഇതൊക്കെ ആമ്പലാണ്. ഇതൊക്കെ ഫ്ലവറുള്ള വലിയ പ്ലാന്റാണ് നമ്മുടെ കയ്യിൽ സെയിലിനുള്ളത്. അത് ലിൻസിവുഡ്. പിന്നെ അതായത് ഇവിടെ വേറൊരു പ്ലാന്റ് നിൽപ്പുണ്ട്. ഇതിൻ്റെ പേര് നമ്മുടെ ട്രോപ്പിക്കൽ സൺസെറ്റാണ്. ഇതുപോലത്തെ ഒത്തിരി വെറൈറ്റി പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ സെയിലിന് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ മേടിക്കുക. നിങ്ങൾ ഓരോരുത്തരും മേടിക്കുന്നതാണ് തുടർന്ന് വീഡിയോ ചെയ്യാനും തുടർന്ന് പുതിയ കളക്ഷനൊക്കെ റെഡിയാക്കാൻ വേണ്ടി. ഇപ്പം തന്നെ ഞാൻ കുറച്ച് പുതിയ കളക്ഷനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഗാലക്സി, പിന്നെ ഇവിടെ ഇരിപ്പുണ്ട് ട്രയൽ ബേസ്ഡ് എന്നൊക്കെ. ഇതൊക്കെ കുറച്ച് പുതിയ കളക്ഷൻസാണ്. എൻ്റെ ഇതുവരെ ഇല്ലായിരുന്നു. ഓക്കെ, ഇനി പിന്നെ നമ്മളത് കറക്റ്റ് ക്യാമറ ഇരിക്കുന്ന തൊട്ടടുത്ത് തന്നെ വെച്ചിട്ടുണ്ട്, ആരും അടിച്ചുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി. ഓക്കെ, കുറേ ഉള്ളതാകുമ്പോൾ പൊരുത്തം കൊണ്ടുപോയാലും പിന്നെ എനിക്കാവും, അല്ലെങ്കിൽ ഞാൻ വീണ്ടും ഇത്രയും പൈസ കൊടുത്ത് തന്നെ ഞാൻ വാങ്ങേണ്ടത്. അങ്ങനെ കുറച്ച് പ്രശ്നമുള്ള ഏരിയ ആണിത്. ഓക്കെ, നാട്ടുകാരെ വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥ. ഓക്കെ, എന്നാലും തുടർന്നും എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്ത എൻ്റെ യൂട്യൂബ് കാണുന്ന ഓരോരുത്തരെയും ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ള നന്ദി പറയുന്നു. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതുപോലെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ബൈ.